ഞെട്ടിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പുണ്ട്, നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. അതായത് ഷഫാം മെഹ്നുവിനെ കുറിച്ച് മെഹനാസ് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ്. അതിനു മുമ്പ് മെഹനാസിനോടൊരു കാര്യം പറയുകയാണ്. മെഹനാസെ, നീയൊക്കെ മനുഷ്യനാണോ? അതായത് റിഫ എന്ന പൊന്നുമോളെ ദ്രോഹിച്ച് ആ പൊന്നുമോൾ നിന്റെ അക്രമം കാരണം ആത്മഹത്യ ചെയ്തപ്പോൾ 1 വർഷം പോലും തികയാത്ത സമയത്ത് ആ പൊന്നുമോൾ മരിച്ചിട്ട് ഏകദേശം 6-7 മാസമാവുമ്പോൾ നീ സഫാം മെഹ്നുവിനെ വിവാഹം കഴിച്ചില്ലേ മെഹനാസെ? അതൊക്കെ കണ്ണീരോടെയാണ് റിഫയുടെ കുടുംബം അതിനൊക്കെ കണ്ടത് മെഹനാസെ. ഇന്ന് നിന്നെ, അതായത് ഈ പറയുന്ന സഫാ മെഹ്നു നിന്നെ തേച്ചിട്ട് ഒളിച്ചോടുകയാണ്. അത് ദൈവം തന്ന നിനക്ക് ശിക്ഷയാണ്. അതായത് ഒരു കാര്യം കൂടി പറയുകയാണ്, നമ്മുടെ റിഫക്ക് നീതി കിട്ടുകയാണ്. നീതി കൊടുത്തത് കോടതിയോ പോലീസോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കോടതിയിൽ നിന്ന് നമ്മുടെ റിഫക്ക് നീതി കിട്ടുകയാണ്. അതായത് ഇന്നലെ എനിക്ക് മെഹനാസ് കുറേ വോയിസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നു. അതൊക്കെ പച്ചക്കളവ് എന്നാണ് നിലവിൽ മെഹനാസിൻ്റെ ഏറ്റവും അടുത്ത ചങ്ങായിമാർ, ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞത്. മെഹനാസ് വെറും കള്ളനാണ്, കഞ്ചാവടിയനാണ്, സിഗരറ്റ് വലിക്കാരനാണ്, അതുകൊണ്ടൊരു സൈക്കോപാത്താണ് മെഹനാസ്. അതുകൊണ്ട് ബ്രോ, മെഹനാസ് പറയുന്നത് ഒന്നും നീ കേൾക്കണ്ട. ഷഫാ മെഹ്നുവിനെ, അതായത് ഈ പറയുന്ന റിഫയെ എങ്ങനെയാണോ ആക്രമിച്ചത്, വെറുതെ സംശയിച്ച്, അതായത് ഷഫാ മെഹ്നു കണ്ടവൻ്റെ കൂടെ പോകുന്നുണ്ട് എന്ന് വെറുതെ സംശയിക്കുകയാണ് ഈ പറയുന്ന മെഹനാസ്. ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഷഫയെ നിരന്തരം അടിക്കുകയാണ്. അവസാന നിമിഷം ഷഫാ മെഹ്നു ജീവനും കൊണ്ട് ഓടുകയാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ മെഹനാസ് ഇവളെ കൊല്ലും, ഇല്ലെങ്കിൽ എന്തൊക്കെയോ വൃത്തികേട് വിളിച്ച് പറയുന്നത് കേട്ടിട്ട് റിഫ ആത്മഹത്യ ചെയ്തതുപോലെ ഈ പറയുന്ന ഷഫയും ആത്മഹത്യ ചെയ്യുമെന്ന് ഷഫക്ക് ബ്രെയിൻ വാഷ് ആയിട്ട് ഷഫ കണ്ടവൻ്റെ കൂടെ ഓടുകയാണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ആദ്യം കേൾക്കണം, അതിനുശേഷം ഞാൻ ക്ലിയർ ആയി കൃത്യമായിട്ട് പറഞ്ഞുതരാം. ആണോ? എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടക്ക് 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 അവൾ ചെയ്ത് തെറ്റാലേക്ക് ഭയങ്കര ഇതാവണം കേട്ടോ, ദേഷ്യം വരുന്നുണ്ട്, ഇടക്ക് സാഡാവണം. ഞാൻ ഇങ്ങനത്തെ കാര്യം വന്നാലടാ ചൂടാവുള്ളൂ, അല്ലാണ്ട് ഞാൻ വെറുതെ ചൂടാവില്ല. ഇപ്പോ എനിക്ക് ഷഫയെ മിസ്സാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് മെഹനാസെ? നിന്റെ ആദ്യ ഭാര്യയായ റിഫ നിന്നെ പൊന്നുപോലെ നോക്കിയിട്ടില്ലേ മെഹനാസെ? എന്നിട്ടും ആ പാവത്തിനെ നീ സംശയം, അതായത് ഈ പറയുന്ന മെഹനാസ് പറയുകയാണ്, ഇന്നലെ വരെ മെഹനാസ് പറഞ്ഞത്, ഇന്നലെ വരെ അതായത് റിഫയെ ഞാൻ ഒഴിവാക്കാൻ കാരണം, റിഫക്ക് ഞാൻ അടിക്കാൻ കാരണം കണ്ടവൻ്റെ കൂടെ റിഫ കിടന്നു എന്ന പച്ചക്കളവ് ഈ മെഹനാസ് പറഞ്ഞില്ലേ? അത് കേട്ടാണ് റിഫ ആത്മഹത്യ ചെയ്തത്. അതേപോലെ ഈ പറയുന്ന ഷഫയും പറയുകയാണ്, കണ്ടവൻ്റെ കൂടെ ഷഫ കിടക്കുന്നു, മോശമായിട്ട് ഷഫ മെസ്സേജ് അയക്കുന്നുണ്ട്, വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ഊരിക്കാണിക്കുന്നുണ്ട് എന്ന് ഈ പറയുന്ന മെഹനാസ് പറയുകയാണ്. നാണമുണ്ടോ മെഹനാസെ? ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ മെഹനാസെ? നീയൊക്കെ മനുഷ്യനാണോ മെഹനാസെ? അതിനുശേഷം പാവം ഈ പറയുന്ന ഷഫ ജീവനും കൊണ്ട് ഓടുമ്പോൾ പറയുകയാണ്, എനിക്ക് മിസ്സാവുന്നുണ്ട് ഷഫയെ എന്ന് പറഞ്ഞിട്ട്. എന്താണ് മെഹനാസ്, നിനക്ക് എന്ത് അസുഖമാണ്? ഒരു ഓഡിയോ ക്ലിപ്പും കൂടി നിങ്ങൾ കേൾക്കണം. ആരാണ് ഷഫ മെഹ്നു? അതായത് കഴിഞ്ഞ വർഷം ഞാൻ ഈ പറയുന്ന മെഹനാസിനെതിരെ ഒരു വീഡിയോ ഇട്ടപ്പോൾ മെഹനാസിൻ്റെ സ്വന്തം മോനായ അസാനുവിനെ മെഹനാസ് തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു പെരുന്നാൾ വരുമ്പോൾ ഡ്രസ്സിൻ്റെ കഷ്ണം പോയിട്ട് ഒരു ചോക്ലേറ്റിൻ്റെ കഷ്ണം പോലും ഈ പറയുന്ന മെഹനാസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ഈ പറയുന്ന ഷഫാ മെഹ്നു എന്നെ തെറി വിളിക്കുകയാണ്. അതിനുശേഷം റിഫ മരിച്ച കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ എന്നോട് പറയുകയാണ്. ആ ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ ആദ്യം കേൾക്കണം. അതായത് ഷഫാ മെഹ്നു എത്രമാത്രം മെഹനാസിനെ സ്നേഹിച്ചിരുന്നു എന്ന് നിങ്ങൾക്ക് ഈ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ ഇതൊന്നൊന്ന് കേട്ട് നോക്കണം. ഓക്കെ, മേന റൂമിലുണ്ടെങ്കിലല്ലേ മേനോനെ സംശയിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ബുർജ് ഖലീഫ പോയി വന്നതിന് ശേഷമാണോ മരിക്കണേ? എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. എന്തായാലും ഒരു ദിവസം രാത്രി അവളുടെ വർക്ക് ചെയ്യണ സ്ഥലത്ത് അവരൊക്കെ ആയിട്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോയിട്ട് 2 മണിക്കാട്ടെ കയറി വന്നു. അങ്ങനെ എന്തൊക്കെയോ ഇഷ്യൂസ് എനിക്കറിയാമായിരുന്നു. അങ്ങനെ കയറി വന്നതിന് ശേഷം മേനു ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഇവളുടെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു, ഞാൻ കഴിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് മേനു ഫുഡ് കഴിക്കാൻ പോയി വന്നതിന് ശേഷം റൂമിലെത്തിയപ്പോഴാണ് ഇവളീ സൂസൈഡ് ചെയ്ത് കാണുന്നത് മേനു. അപ്പോൾ അവിടെ എന്ത് ബന്ധമുള്ളത്? അപ്പോൾ മേനു പോയില്ലേ? മേനു അവളുടെ അടുത്ത് പറഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി. വന്നപ്പോഴാണ് ഇത് കാണുന്നത്. മേനു റൂമിലുണ്ടെങ്കിലല്ലേ മേനോനെ സംശയിക്കാൻ പറ്റുള്ളൂ.
നോക്കൂ നിങ്ങൾ, എൻ്റെ ജീവനാണ് മെഹനാസ്, എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് മെഹനാസ്. അങ്ങനെ പറഞ്ഞ ഈ പറയുന്ന സഫ മഹനു റിഫ ആത്മഹത്യ ചെയ്തടക്കം മെഹനാസിന് ഒരു പങ്കുമില്ല. മെഹനാസ് നല്ല മനുഷ്യനാണ്. റിഫ കണ്ടവൻ്റെ കൂടെ ഇങ്ങനെ കിടന്നു കൊടുത്തത് കൊണ്ടാണ് മെഹനാസ് അടിച്ചത്. എൻ്റെ ഭർത്താവായ മെഹനാസ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ 6 മാസം മുമ്പ് എന്നോട് ഷഫ മഹനു പറഞ്ഞത്. എന്നാൽ നിലവിൽ എന്താണ് ഷഫാക്ക് പറ്റിയത്? സംശയമാണ്, വേറൊതേ സംശയിക്കുകയാണ്. അതായത് ഈ പറയുന്ന ഷഫയെ ചോദ്യം ചെയ്യുകയാണ് എല്ലാ ദിവസവും മെഹനാസ്. കഴിഞ്ഞ ദിവസം, അതായത് ഈ ഒളിച്ചോടുന്നതിന് 3 ദിവസം മുമ്പ് മെഹനാസ് ഷഫയുടെ ഫോൺ ഇങ്ങനെ, അതായത് വെറുതെ പറയുകയാണ്, നീ അവനെ വീഡിയോ കോൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ ഇങ്ങനെ എറിഞ്ഞിട്ട് കഷ്ണം കഷ്ണമാക്കുകയാണ്. നാണമുണ്ടോ മെഹനാസ്? നീയൊക്കെ മനുഷ്യനാണ് മെഹനാസെ. ഒരുത്തിയെ നീ, അതായത് റിഫ എന്ന പൊന്നുമോളെ നീ കൊന്നു മെഹനാസെ. അതിനുശേഷം അതേ പാത നീ പറയുന്ന ഷഫ മെഹനുനെ നീ പിന്തുടരുന്നു എന്നറിയുമ്പോൾ എനിക്ക് പേഴ്സണലി സങ്കടമാണ് മെഹനാസെ തോന്നുന്നത്. നിലവിൽ മെഹനാസ് കരയുകയാണ്. ഒരിത്തിരി പോലും, 1 മണിക്കൂർ പോലും മെഹനാസ് കിടന്നുറങ്ങുന്നില്ല. കാരണം റിഫയുടെ സ്വപ്നമാണ് മെഹനാസിന് കാണുന്നത്. മെഹനാസിൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് മെഹനാസ് പറയുകയാണ്, എങ്ങനെ ഞാൻ ജീവിക്കുന്നു, അതായത് റിഫയുടെ സ്വപ്നം നിരന്തരം കാണുന്നുണ്ട്, എനിക്ക് 5 മിനിറ്റ് പോലും ഉറക്കം വരുന്നില്ല. കാരണം നോക്കൂ നിങ്ങൾ, എന്താണോ റിഫക്ക് സംഭവിച്ചത് അതേ സംഭവമാണ് ഇവിടെ ഷഫ മെഹ്റിനും സംഭവിക്കുന്നത്. സത്യം പറഞ്ഞാൽ മെഹനാസെ വളരെ വളരെ മോശം മെഹനാസെ. അതായത് മെഹനാസ് നിലവിൽ ഇൻസ്റ്റഗ്രാമിൽ പറയുകയാണ്, ഞാൻ ആത്മഹത്യ ചെയ്യും. എന്നോടും കുറേ പറഞ്ഞിട്ടുണ്ട് മെഹനാസ്. അതിനെ താഴെ കുറേ പ്രേക്ഷകർ കമൻ്റ് ഇടുന്നു, എത്രയും പെട്ടെന്ന് നീ ആത്മഹത്യ ചെയ്യൂ എന്നാണ് പറയുന്നത്. എന്തിനാണ് മെഹനാസെ അങ്ങനെ പറയുന്നത്? അതായത് നീ കാരണമാണ് മെഹനാസെ. നാണവും മാനവും ഉണ്ടോ മെഹനാസെ നിനക്ക്? ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. അതായത് ഷഫ മഹനു കരഞ്ഞുകൊണ്ട്, ഇപ്പോൾ ഷഫ മഹനു അതായത് തട്ടൊന്നുമിടാതെ മുടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ കുറേ പേര് കമൻ്റ് ഇടുന്നത്, ഇവൾ എന്തിൻ്റെ പെണ്ണാണ്, ഇവൾ വൃത്തികെട്ടവളാണ്, ഷഫ മഹനു വൃത്തികെട്ട ജന്തുവാണ്, ഇവൾ പറയുന്നത് ആരും കേൾക്കണ്ട എന്നാണ് കുറേ പേര് കമൻ്റ് ഇടുന്നത്. അവരോടൊരു കാര്യം പറയുകയാണ്, ഷഫ മഹനുവിന് ഇഷ്ടംപോലെ ടെൻഷനുണ്ട്. അതായത് സഹിക്കാൻ പറ്റാതെയാണ് ഷഫ കണ്ടവൻ്റെ കൂടെ ഓടിയത്. ഞാൻ ഇന്നലെ വരെ ഷഫയെ വിമർശിച്ചവരാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് ക്ലിയറായി പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. മെഹനാസ് എന്ന ക്രൂരൻ, മെഹനാസ് എന്ന സൈക്കോപാത്ത് അവിടെ ഈ പറയുന്ന ഷഫ മെഹനു എങ്ങാനും ഇനി ഒരാഴ്ചയും കൂടി മെഹനാസിൻ്റെ കൂടെ ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഷഫ മെഹനും ആത്മഹത്യ ചെയ്തേനെ. നാണവും മാനവും ഇല്ലാത്ത മെഹനാസ് 3ാമതൊരു പെണ്ണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ്. അതായത് ഈ പറയുന്ന ഷഫ മെഹനുനെ വിളിച്ചു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഷഫയോട് മെഹനാസ് പറയുകയാണ്, നീ പോയാൽ പോയി പണി നോക്കടി, 3 മാസത്തിനുള്ളിൽ ഞാൻ പുതിയൊരു പെണ്ണിനെ കെട്ടുമെന്ന് വിളിക്കുകയാണ് മെഹനാസ്. ആ മെഹനാസാണ് നിലവിൽ പറയുന്നത്, ഞാൻ ആത്മഹത്യ ചെയ്യും, അങ്ങനെയൊക്കെ. നാണവും മാനവും ഇല്ലാത്ത വൃത്തികെട്ട ജന്തുവിനെ നമുക്ക് മെഹനാസിനെ പറയാം. ഒരു കാര്യം കൂടി പറയുകയാണ്, പൊന്നു പെൺകുട്ടികളോടാണ് പറയുന്നത്, നിങ്ങൾ ചാടല്ലേ. മെഹനാസിൻ്റെ താടി കണ്ടിട്ട് മെഹനാസിൻ്റെ കയ്യിൽ പൈസ ഉണ്ട് എന്ന് പോയി കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. അവൻ വലിയൊരു സൈക്കോപാത്താണ്, നിങ്ങൾ കുടുങ്ങും. അതായത് ഷഫ മെഹനു ഫസ്മീനയുടെ മുൻകാമുകനായ ആ ചെക്കൻ്റെ കൂടെ പോകണമെങ്കിൽ ഈ പറയുന്ന ഷഫയുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിക്കണം. 1 രൂപക്ക് പോലും ഗതിയില്ലാത്ത കഞ്ചാവ് വര്യനാണ് ഈ പറയുന്ന ഫസ്മീനയുടെ മുൻകാമുകൻ ലല്ലു. അവൻ്റെ കൂടിയാണ് ഈ പറയുന്ന നമ്മുടെ ഷഫ മഹൻ ഒളിച്ചോടിയത്. നോക്കൂ, അതായത് ജീവനും പേടിച്ചിട്ടാണ് ഷഫ പോയത് എന്നാണ് നിലവിൽ കിട്ടുന്ന വിവരം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടുകയാണ് ഞാൻ. മെഹനാസിനോടൊരു കാര്യം കൂടി പറയുകയാണ്, മെഹനാസെ, 3ാമതൊരു പെണ്ണിനെ നീ വിവാഹം കഴിക്കണ്ട. ആ പെൺകുട്ടിയുടെ ജീവിതം കൂടി ഇല്ലാതാവല്ലേ, അതായത് ആ പെൺകുട്ടിയുടെ ജീവിതം തകരണ്ട എന്ന് പറഞ്ഞിട്ടാണ് മെഹനാസെ നിന്നോട് ഞാനിങ്ങനെ പറഞ്ഞത്. അതായത് നമ്മുടെ റിഫക്ക് നീതി കിട്ടിയ വിഷയത്തിൽ എനിക്ക് നല്ലൊരു ഹാപ്പി ഉണ്ട്. ഒരു കാര്യം കൂടി പറയുകയാണ്, അതായത് റിഫയുടെ മാതാപിതാക്കൾക്കും നീതി കിട്ടണം. ഇനിയും ഈ കേസിന് നല്ല രീതിയിൽ അന്വേഷിച്ചുകൊണ്ട് മെഹനാസിന് മിനിമം 10 വർഷമെങ്കിലും മെഹനാസിനെ ശിക്ഷിക്കണമെന്ന് പറയുകയാണ്. അവനെ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ വീണ്ടും അവൻ പുതിയ പെൺകുട്ടികളെ, അതായത് അവൻ്റെ താടി കണ്ടിട്ട് വീഴുകയാണ്, വലയിൽ വീഴുകയാണ്. അതിനുശേഷം ഒന്നുമില്ലാതെ ആത്മഹത്യ ചെയ്യേണ്ടി വരികയാണ് പെൺകുട്ടികൾക്ക്. ഇവൻ ഇങ്ങനെയുള്ള ക്രിമിനലുകളെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.